മനസ്സിൻ മടിയിലെ മാന്തളിരിൽ മയങ്ങോ മണിക്കുരുന്നേ, കനവായി മിഴികളെ തഴുകാം ഞാൻ. ഉറങ്ങൂ നീയുറങ്ങൂ. മനസ്സിൻ മടിയിലെ മാന്തളിരിൽ മയങ്ങോ മണിക്കുരുന്നേ, കനവായി മിഴികളെ തഴുകാം ഞാൻ. ഉറങ്ങൂ നീയുറങ്ങൂ. പകലൊളി മായുമ്പോൾ കുളിരല മൂടുമ്പോൾ, ഇരുളു വീഴും വഴിയിൽ നീ തനിയെ പോകുമ്പോൾ, വിങ്ങുമീ രാത്രി തൻ നൊമ്പരം മാറ്റുവാൻ അങ്ങകലെ നിന്നു മിന്നും നീ പുണർന്നൊരീ താരകം. മനസ്സിൻ മടിയിലെ മാന്തളിരിൽ മയങ്ങൂ മണിക്കുരുന്നേ, കനവായി മിഴികളെ തഴുകാം ഞാൻ. ഉറങ്ങൂ നീയുറങ്ങൂ. നിനക്കൊരു താരാട്ട് ഇവളൊരു പൂന്തൊട്ടിൽ, ഇടയിലെന്തേ മിഴിയാകെ ഈറനൂറുന്നു. ഏതുമീ താങ്ങുമീ ഭൂമി ഞാനില്ലയോ, നിൻ കനവിൽ കൂടി വാഴും ദേവസംഗീതമാണു ഞാൻ. മനസ്സിൻ മടിയിലെ മാന്തളിരിൽ മയങ്ങോ മണിക്കുരുന്നേ, കനവായി മിഴികളെ തഴുകാം ഞാൻ. ഉറങ്ങൂ നീയുറങ്ങൂ. ഈ കാഴ്ചകളെല്ലാം വളരെ കൗതുകമുയർത്തുന്ന കാഴ്ചകളാണ്. ഒരുപാട് കളിപ്പാട്ടങ്ങളുണ്ടല്ലേ നമ്മുടെ കുട്ടികൾക്ക്. പണ്ടൊക്കെ നമ്മൾക്കുണ്ടോ കളിപ്പാട്ടങ്ങളൊക്കെ കിട്ടാൻ? വാങ്ങിച്ചുതരാൻ ആരാളുള്ളത്? അങ്ങനെയൊന്നും വാങ്ങിച്ചിരുന്ന ആൾക്കാരൊന്നും അല്ല. അന്ന് കഷ്ടപ്പാടും ദാരിദ്ര്യവും ഒക്കെ പറഞ്ഞിരുന്ന കാലമാണല്ലോ അല്ലേ. ആകെക്കൂടി ഉള്ളത് കുറച്ച് ചിരട്ട ഉണ്ടാവും, കുറച്ച് കുട്ടിയും കോലും കളിക്കും, ഏറുപന്ത് കളിക്കും. ഏറുപന്തൊക്കെ ഉണ്ടാക്കിയതൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ പണ്ടത്തെ കവറുകളൊക്കെ ഇങ്ങനെ എടുത്തെടുത്ത് കൂട്ടിയിട്ട് അതൊരു ബോൾ പോലെ ആക്കിയിട്ട് കയറെടുത്ത് കെട്ടിയിട്ടൊക്കെ ഉള്ള ഒരു പന്ത് കളിയൊക്കെ ആയിരുന്നു. ഏറുപന്ത്, ചട്ടിയും പന്തും കളിക്കുക അങ്ങനെയൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെയുള്ള കളികളാണ്. ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഇതാ എത്ര സംഗതികളാണല്ലേ. ഒരുപാട് ഐറ്റംസുകൾ. ചിലതിൻ്റെ പേര് പോലും നമുക്കറിയില്ല. സൈക്കിളും കാറും അതുപോലെ ജീപ്പ്. ഇപ്പോൾ സ്വന്തം ഓടിക്കാൻ പറ്റുന്ന കുട്ടികൾക്ക് പറ്റിയ ജീപ്പ് അടക്കമുണ്ട്. എങ്ങനെ നൂതന സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചിട്ടുള്ള കുറേ സാധനങ്ങളടക്കം കളിപ്പാട്ടത്തിൻ്റെ രൂപത്തിലായിട്ട് നമ്മളിടയിൽ വന്നിട്ടുണ്ട്. നമ്മളൊക്കെ ഇത് കണ്ട് കുറേയൊക്കെ നമുക്ക് പരിചയമുള്ളതായിരിക്കും, ചിലത് പരിചയമില്ലാതായിരിക്കാം. അങ്ങനെ എൻ്റെ മോർക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമാണ് ഓട്ടോറിക്ഷ കേട്ടോ. ഓട്ടോറിക്ഷ എന്ന് പറഞ്ഞു. ഓട്ടോറിക്ഷ എവിടെ കൊടുന്നാൽ തകിട പൊടിയാക്കും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഓട്ടോറിക്ഷ ഒന്നും മേടിച്ചു കൊടുത്തിട്ടില്ല. പിന്നെ പുതിയൊരു JCB വാങ്ങിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ ആ JCB വാങ്ങിച്ചു കൊടുത്തില്ല. ഇടത്ത് വലിയ ഫുള്ള് ഏറാണ് ഇവിടെ. അപ്പോൾ അത് കാരണം ഞാൻ അതൊന്നും മേടിച്ചു കൊടുത്തിട്ടില്ല. അപ്പോൾ ഇങ്ങനെയുള്ള കാഴ്ചകളൊക്കെയാണ് നമ്മുടെ ബേബി ഷോപ്പ് പോയപ്പോൾ കണ്ടത് കേട്ടോ. അങ്ങനെ ഞാനൊരു കുട്ടിക്കൊരു ചെയർ എടുക്കാൻ പോയതാണ്. അപ്പോൾ ഇന്നൊരു കുഞ്ഞ് ചെയർ മേടിച്ചിട്ടുണ്ട്. കുറച്ച് അത്യാവശ്യം നല്ല വിലയൊക്കെ ഉണ്ട്, എന്നാലും കുഴപ്പമില്ല. ഒരു ചെയർ എടുക്കാൻ പോയി. അങ്ങനെ ചെയറൊക്കെ എടുത്തപ്പോഴാണ് ഇതൊന്ന് വീഡിയോയിലേക്ക് പകർത്താമെന്ന് കരുതിയത്. അപ്പം അങ്ങനെ ഞാനിത് വീഡിയോയിലൊക്കെ ഇങ്ങനെ പകർത്തിയിട്ടുണ്ട്. ഇത് പറഞ്ഞൊപ്പിക്കാൻ ഭയങ്കര പാടാണ്. അപ്പോൾ അത് കാരണം കുറേയൊക്കെ ഞാൻ ഫസ്റ്റ് പാട്ടൊക്കെ ഇട്ടിട്ടുണ്ട്. ഇനിയും പറഞ്ഞൊപ്പിക്കാനുണ്ട്. ബക്കറ്റുകളും കുറേ സാധനങ്ങൾ കേട്ടോ. എനിക്കിഷ്ടപ്പെട്ടു. ഇതൊക്കെ വാങ്ങിക്കണം എന്നൊക്കെ ഉണ്ട്, പക്ഷേ കയ്യിൽ കാശില്ലല്ലോ.
ഒരു മിതമായ അളവിലുള്ള പൈസ ആയിട്ടാണ് പോയിട്ടുള്ളത്. അപ്പോൾ അത് കാരണം കുട്ടികൾക്ക് വേണ്ടിയുള്ള ചെണ്ട സാധനങ്ങളൊക്കെ ഞങ്ങളുടെ പട്ടാമ്പിയിലെ ബേബി കെയറിൽ പോയിട്ട് വാങ്ങിക്കാം. നല്ല അടിപൊളി സംഭവങ്ങളൊക്കെയാണ് കേട്ടോ ഇവിടെ. PP അടക്കമുണ്ട്. നിങ്ങളവിടെ എന്താ പറയുക എന്നുള്ളതൊന്നും എനിക്കറിയില്ല. പിന്നെ വിവിധ ഇനം സൈക്കിളുകളുടെ ഒരു കൂമ്പാരം തന്നെ ഇവിടെ ഉണ്ട്. മഞ്ഞയും നീലയും ചുവപ്പും അങ്ങനെയൊക്കെയുള്ള സൈക്കിളുകൾ, പിന്നെ കുതിരവണ്ടികൾ, അങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങളാണ്. നമ്മൾ കാണാത്ത കുറേ സാധനങ്ങൾ. ഞാൻ പൊതുവെ പുറത്തേക്ക് പോകാറില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഞാൻ അറിയാത്തയും പറയാത്തയും കുറേ കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. നല്ല വണ്ടികൾ, കുട്ടികൾക്കുള്ള പ്രത്യേകം തരമുള്ള സൈക്കിളുകളൊക്കെയാണ്. പിന്നെ കുട്ടികളായിട്ട് പോയി കഴിഞ്ഞാൽ കുട്ടികൾ എന്തായാലും അമ്മ അത് വേണം, അമ്മ ഇത് വേണം, അമ്മ സൈക്കിള്, അമ്മ ഓട്ടോറിക്ഷ, അമ്മ സ്കൂട്ടർ, ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ചോദിച്ചും പറഞ്ഞ് നടക്കും. ചിലപ്പോൾ നമുക്ക് ദേഷ്യം പിടിക്കും. അപ്പോൾ അതുകൊണ്ട് കുട്ടികളായിട്ടൊന്നും പോയിട്ട് കാര്യമില്ല. കുട്ടികൾ അത് വേണം ഇത് വേണം എന്നൊക്കെ സാധനങ്ങളൊക്കെ വലിച്ചിടുകയും അപ്പോൾ അവർക്കൊക്കെ ദേഷ്യം പിടിക്കും. അപ്പോൾ എല്ലാവരും നമ്മുടെ പട്ടാമ്പിക്ക് വരും. നല്ല അടിപൊളി കുട്ടികൾക്കുള്ള ബേബി കെയർ സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് ലൈക്കും സപ്പോർട്ടൊക്കെ ചെയ്യട്ടാ. പിന്നെ ലോങ് വീഡിയോ ആയതുകൊണ്ട് ചിലർക്ക് കാണാനൊന്നും വലിയ ഇഷ്ടമൊന്നും ഉണ്ടാവില്ല. എന്നാലും കൂട്ടുകാരെ എല്ലാവരും എൻ്റെ വീഡിയോ കാണണേ.